Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക ഫ്രൈഡേ ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കറി തയ്യാറാക്കാനായിട്ട് വേണ്ടതെന്ന് നോക്കാം. ഈ വെണ്ടയ്ക്ക കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സെയിം അളവിൽ കടുക് എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ 18 വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. എല്ലാ വെണ്ടയ്ക്കയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം ഏകദേശം 1.25 കപ്പ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ചെറിയ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള അരിയുമ്പോൾ കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കാം. തീരെ നൈസായിട്ട് അരിയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കാം. ജീരകവും ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും വെണ്ടയ്ക്ക ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെണ്ടയ്ക്കയിൽ ഈർപ്പമുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ വെണ്ടയ്ക്ക ഫ്രൈയുടെ ടെക്സ്ചറേ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയും പച്ചപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കൂടെ തന്നെ വെണ്ടയ്ക്കയും സവോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വെണ്ടയ്ക്കയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് ക്രിസ്പായി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് വ്ലോഗ്, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.